ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോനെ. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ എന്റെ അടുത്തുള്ളപ്പോ എനിക്കെന്ത് ബുദ്ധിമുട്ടാ. അയ്യോ, എന്താ എന്താ അമ്മേ? പെട്ടെന്ന് ചോര ഛർദിച്ചു മോളെ. ചോരയോ? ആശുപത്രി കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. ഇവിടെ സുധാമണിയും നീയൊന്നും കാണുന്ന മൂർത്തിയല്ല ഞാൻ. ഞാനിവിടെ വന്നതിന് പിറകിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഈ ദുഷ്ടൻ പുതിയ എന്തോ നീക്കം നടത്താൻ തുടങ്ങുക. ഇവളെ ഈ മുറിന്ന് പുറത്താക്കണം. സുധേ, എല്ലാരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴേ എനിക്കെന്തോ ശ്വാസം കിട്ടാനൊരു പ്രയാസ. ഞാൻ എന്റെ മുറിയിൽ പോവാം. വേണ്ട വേണ്ട, അച്ഛൻ ഇവിടെ തന്നെ കിടന്നാ മതി. ഞങ്ങള് പുറത്തേക്ക് പോവാം. ആ, നിങ്ങൾ പുറത്തു പോയാ പറ്റില്ല. നിങ്ങൾ അടുത്ത് തന്നെ വേണം. എന്റെ മക്കള് കൂടെ ഉള്ളതാ എന്റെ ബലം. ഞാൻ പുറത്തു പോവാം. പറഞ്ഞത് നേരാ. എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ പ്രയാസമാ. സുധ പോകരുത്. സുധ എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കെന്ത് ആശ്വാസമാണെന്നോ. കള്ളൻ. എന്നെ പുറത്താക്കാൻ അയാളുടെ ഉദ്ദേശം. എല്ലാവരും കൂടി കൂടി നിൽക്കണ്ട. പ്രത്യേകിച്ച് എന്നെ ഇവിടെ ഇഷ്ടമില്ലാത്തവര്. എന്നെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവരുടെ മുഖം കാണുമ്പോ എന്റെ അസുഖം കൂടും. അച്ഛാ, എന്തായാലും ഞാൻ പുറത്തു പോകുന്നില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അപർണേച്ചി, മീനുട്ടി, ഞാൻ പുറത്തു പോകും മോളെ. മോളെ. അപ്പോ സുധയ്ക്ക് വിഷമമായി കാണും. പക്ഷെ സുധേ, ആദർശേ, കാര്യങ്ങളൊക്കെ പക്കയല്ലേ? ഡബിൾ പക്ക. അടുത്ത ശനിയാഴ്ച ഞങ്ങൾ മൂന്നാറിലേക്ക് തിരിക്കും. ഒരു ടീമുണ്ടെന്നാ പറഞ്ഞത്. സമയമാവുമ്പോ പറയും. ഞാനും മീനാക്ഷി മാത്രമേ കാറി പോകുന്നുള്ളൂ. അവളപ്പോ ഒഴിഞ്ഞു മാറാൻ നോക്കൂ. സുരജെ, ലോകത്തിലിപ്പോ അവൾക്ക് ഏറ്റവും വിശ്വാസമുള്ളത് എന്നേടാ. അത് അവൾ തുറന്ന് പറയുകയും ചെയ്തു. ഏത് പാതിരാത്രിയിലും എവിടെയും എന്നെ വിശ്വസിച്ച് അവൾ കൂടെ വരും. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വന്ന് വീണിട്ടുണ്ട്. എന്താണ്? അവളുടെ അച്ഛൻ. അതിനെന്താ? അവളുടെ അച്ഛൻ നിന്നെ കണ്ടിരുന്നോ? കണ്ടു. അയാള് നല്ല ഇടപെടലായിരുന്നു. പക്ഷെ ഒരു കാര്യം, അയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല. ഏതോ ഒരു രീതിയിൽ അവളുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവിടെ വെച്ചാണോ അതോ ഏതോ ഒരു കമ്പനിയുടെ MD ആയിട്ടാണോ? കമ്പനിയുടെ MDയോ? അവളുടെ അച്ഛനോ? എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. വേണ്ട, എന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? ആശ്വാസമുണ്ട്. എന്നാലും ബാലുമോനെ, ഇത് വേണ്ടിയിരുന്നില്ല. എന്തിനാ ആ കുട്ടിയെ തല്ലാൻ പോയത്? സുധാമണി, ആ കുട്ടി എന്ത് പറയുന്നു? എനിക്കൊന്നും അറിയില്ല. ഈ വീട്ടിൽ ഇന്നേ വരെ നടക്കാത്ത കാര്യങ്ങളാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കുട്ടിയെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കണം. ഇനിയിപ്പൊ അതൊന്നും വേണ്ട ഏട്ടാ. എന്നാലും തല്ലണ്ടായിരുന്നു. അപർണേച്ചി സംസാരിച്ചതും കുറച്ച് ഓവറായിരുന്നു. എനിക്കെല്ലാവരോടും ഒരപേക്ഷയുള്ളൂ.
സുധാമണി പറഞ്ഞ പോലെ നല്ല സന്തോഷമായി പോയിരുന്ന വീടായത്. ഈ വീട്ടിൽ വഴക്കും ബഹളവും ഒന്നും ഉണ്ടാവരുത്. ഈ വീട്ടിൽ തല്ലും ബഹളവും ഒക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുക പിള്ള. നമ്മളായിട്ട് അതിന് വഴിവെക്കരുത്. ഇല്ല, ഞാൻ കാരണം ഇപ്പോൾ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. ഇപ്പൊ തന്നെ ബാലു മോളെ തല്ലി. അതുമല്ല, ഇവരുടെ ബെഡ്റൂമില് വേറൊരാൾ കിടക്കുന്നത് മാന്യതയുമല്ല, മര്യാദയുമല്ല. അച്ഛനോ ഞാനോ ഒന്നും അല്ല ഇവിടെ മര്യാദയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ കിടന്നോളാം. അയ്യോ വേണ്ട മോളെ, ഇവിടെ കിടക്കണ്ട മോളെ. എന്നാ ചേച്ചി ഇവിടെ കിടന്നോളൂ ചേച്ചി. വേണ്ട, എനിക്കിവിടെ സുഖം. മോളെ, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാ പിന്നെ ഇനി നിർബന്ധിക്കണ്ട. മോളെ 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 അയ്യോ. എന്താ മോളെ, എന്താ ഉണ്ടായത്? നിന്നെ അവിടെ നാട്ടി ഇറക്കിയോ? സന്ദീപേ, മഹേഷേ, ഈ നിമിഷം നമുക്ക് അങ്ങോട്ട് പോണം. നമ്മുടെ മോളെ ഈ പാതിരാത്രിക്ക് ഇറക്കി വിട്ടതിന് തീർത്തങ്ങ് കൊടുക്കണം മോളെ. അപ്പോ എന്താ മോളെ സംഭവിച്ചത്? ബാലു എവിടെ? ബാലു, ഇനി അവന്റെ കാര്യോടെ സംസാരിക്കരുത്. എല്ലാം മറന്നിട്ട് അപ്പു ഇവിടെ വന്നേക്കുന്നത്. മോളെ എന്താ കാര്യം? ഒരു പുകച്ചില് നേരത്തെ തന്നെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. നീ ഇങ്ങോട്ട് വൈകാതെ വരുമെന്നും അറിയാമായിരുന്നു. എന്നാലും എന്താ മോളെ നടന്നത്? നീ പറയേ. ഒന്നുമില്ല, ഇനി കുറച്ചു ദിവസം ഞാൻ ഇവിടെ. മോളെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ആദ്യം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. നല്ല വിശപ്പുണ്ടമ്മ. ഞാനിപ്പൊ റെഡിയാക്കാം. പോരാ, ഇനി അഥവാ നിനക്ക് മതിയായെങ്കിൽ ഞങ്ങൾക്ക് മതിയായില്ല. എത്രയോ കാലത്തിന് ശേഷമാ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നേ. ഞങ്ങൾക്ക് കണ്ടു മതിയായില്ല. മോള് കഴിക്കും. കറിയൊക്കെ ഇഷ്ടപ്പെട്ട മോളെ? സൂപ്പർ. മോൾ ഇനി പറ, അവിടെ എന്താ സംഭവിച്ചേ? ഒന്നുമില്ല, കുറച്ചു ദിവസം ഇവിടെ നിങ്ങളോട് എല്ലാരോടും കൂടി താമസിക്കണമെന്ന് തോന്നി. അതിന് പാതിരാത്രിയാണ് മോളെ ഇറങ്ങി വരുന്നത്. ഇതേ പോലീസിൽ അറിയിക്കേണ്ട കേസാ. ഭർത്താവിന്റെ വീട്ടിലെ പീഡനത്തിന് കേസ് എടുക്കണം. കുറച്ചു ദിവസം അവരകത്ത് കിടക്കട്ടെ, പഠിച്ചോളൂ. ഭർത്താവിന്റെ വീട്ടില് പീഡനോ? ആർക്ക് പീഡനം? കുറച്ചു നേരത്തെയുള്ള കരച്ചിലിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മോളെ. നിന്റെ ഈ കണ്ണീരിന് ഞാൻ പകരം ചോദിക്കും, അതുറപ്പാ. അമ്മേ, സന്തോഷായിട്ട് നിങ്ങൾക്കൊപ്പം കുറച്ചു ദിവസം നിൽക്കാനായിട്ടാ ഞാൻ വന്നത്. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട ആരും. അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് പോയേക്കാം. ഇനി എങ്ങോട്ടും പോകണ്ട. മോള് ഭക്ഷണം കഴിക്കും. അത് കഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അച്ഛമ്മേ, ഇതെല്ലാം കൂടെ കഴിച്ച് എന്റെ വയറ് പൊട്ടും. പപ്പ എന്തോന്നും പറയാത്തെ? നീ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണെന്നൊന്നും അറിയാതെ ഞാനിങ്ങനെ നിൽക്കുക.
അഥവാ സങ്കടം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കളയണം. ഇനി ഇവിടെ സന്തോഷത്തിന്റെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാലു ആയിരിക്കും. അടിച്ചോടിക്കണം അവനെ. ബാലു ആയിരിക്കില്ല, അമ്മയായിരിക്കും. കാരണം സ്നേഹവും നന്മയും മാത്രം മനസ്സുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ അപ്പു. എന്താ ഇത്? ഇങ്ങനെ ഒന്നും അല്ല പറയണ്ട. അമ്മേ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ മുന്നിൽ എന്നും അപ്പു ചിരിച്ചേ കണ്ടിട്ടുള്ളൂ. അവൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവളുടെ മനസ്സിന് തക്കതായി മുറിവേറ്റിട്ടുണ്ടെന്ന. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നതുവരെ ഇവളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കില്ല. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. ഞാൻ എന്നും സുധാമണിയും ബാലുവിനും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടേയുള്ളൂ. നിങ്ങൾക്ക് തരേണ്ട മര്യാദയോ ബഹുമാനമൊക്കെ തന്നിട്ടുമുണ്ട്. കൃഷ്ണമൂർത്തിയുടെ കാര്യത്തിൽ ഞാൻ അന്നേ പതറിയതാ. ഇപ്പോൾ ഇതാ ഒക്കെ പൂർത്തിയായി. സുധാമണി പൊയ്ക്കോളൂ. സാറേ, അപർണേച്ചിയോട് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. അപ്പൂന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞില്ലേ? നിന്റെ മോൻ യാമിനിയെ ഫോണിൽ വിളിച്ച് തെറി പറഞ്ഞതൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മേ ഞങ്ങൾ ഓങ്ങി വെച്ചതാ. ഓടിച്ചിറക്കണ്ടായെങ്കി ഇറങ്ങി പൊക്കെ അവിടുന്ന്. മോളെ, അമ്മയ്ക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. ഞങ്ങളിങ്ങനെ ആട്ടിപ്പുറത്താക്കാൻ മാത്രം അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവരോട് പറ മോളെ. അമ്മ മോളെ, എന്തിനാ നീ പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ? അയ്യോ എല്ലാ കുട്ടി ഒന്നും അറിയില്ല എന്തിനാ വന്നതെന്ന്. അമ്മ, ഞാൻ എഴുതിയ കത്ത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുറച്ചു ദിവസം ഇനി ഇവിടെയാണെന്ന് എഴുതിയിരുന്നു. അതിനൊരു മാറ്റം വരുത്താൻ താല്പര്യമില്ലമ്മേ. എനിക്കങ്ങനെ വിഷമൊന്നുമില്ല. അമ്മ ഇങ്ങനെ വന്ന് അപേക്ഷിക്കുന്നത് എനിക്ക് സങ്കടാവും അമ്മേ. ബാലുവിന്റെ തെറ്റിദ്ധാരണ. അവൾ കിരണയെ ഫോൺ ചെയ്യുന്നത് എത്രയോ തവണ ഞാൻ കേട്ടിരിക്കുന്നു. അതെ, ബാലുവിന്റെ തെറ്റിദ്ധാരണയായിരുന്നു അവൾ നല്ലവളാണെന്ന്. ഇപ്പോൾ നമ്മുടെ മോൻ കാര്യങ്ങൾ ശരിയായി ധരിച്ചു കഴിഞ്ഞ്. എന്താ നീയൊന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല. നെഞ്ചു പൊട്ടി നിൽക്ക. എനിക്കൊന്ന് കിടക്കണം. അവരുടെ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ ആരാ പറഞ്ഞേ? ഓ, സാഗരായിരിക്കും. മോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെന്താണെന്ന് എനിക്കും അറിയാം, മോൾക്കും അറിയാം. ശരി, എന്നോട് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. സുധേ, ഞാൻ എന്നും നിന്നെ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. ഞാനത്ര പരിശുദ്ധനൊന്നുമല്ല. കുറെ തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ.
ഇവിടെ അല്ല, മോളിപ്പോ ഈ വീട്ടിലാ. മോളെ ചായ. മോളെ എന്താ ചേച്ചി? എന്തിനാ മോളെ പിണങ്ങി വന്നത്? ഒന്നുമില്ല ചേച്ചി. അറിഞ്ഞിടത്തോളം മോളുടെ ഭർത്താവ് ബാലുസാറ് പാവാ. പിന്നെന്താ മോളെ? അമ്മയും അച്ഛനും ഒക്കെ കുറച്ചു നാളത്തേക്കേ ഉണ്ടാവും. അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. അതാ മോളെ ശാശ്വതമായിട്ടുള്ളത്. എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ പിണക്കം മാറ്റി എത്രയും പെട്ടെന്ന് ഒന്നിക്കണം. ഇവിടെ എന്താടി? അവനാ ബാലു. അയ്യോ, എടുക്കല്ലേ എടുക്കല്ലേ. എടുക്കാതിരുന്ന അവൻ വീണ്ടും വിളിക്കും. ആ സമയത്ത് അപ്പു എടുത്താലോ? ഹലോ ഹലോ, ഇത് ഞാൻ യാമിനിയാണ്. ആരാ സംസാരിക്കുന്നത്? ഫോണിൽ എന്റെ പേര് തെളിഞ്ഞില്ല ആന്റി. ഞാൻ ബാലുവാ. ഇതിൽ നമ്പർ മാത്രമേ വന്നുള്ളൂ. ബാലു എന്ന് പറഞ്ഞ ഏത് ബാലുവാ? ആന്റി എന്നെ കളിയാക്കണോ? എന്നെ അറിയില്ലേ? ഞാൻ അപർണയുടെ ഹസ്ബൻഡ്. അപർണയുടെ ഹസ്ബൻഡോ? താലി കെട്ടിയ ഹസ്ബൻഡ് ആവുന്ന ഇയാളോട് ആരാ പറഞ്ഞേ? ഭർത്താവിന് ഭർത്താവിന്റേതായ കടമകളുണ്ട്. അതിലൊന്നാണ് ഭാര്യയെ സംരക്ഷിക്കൽ. ഒരു കൊടും ജയിൽ പുള്ളി താമസിക്കുന്ന വീട്ടില് അവൾക്ക് എന്ത് സേഫ്റ്റി ഉണ്ട്? ഇയാൾ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഒന്നും ഞാനേ അപർണയുടെ അച്ചമ്മയാ. നിന്റെ ഈ ന്യായം പറച്ചിലൊന്നുവേ എന്റെ അടുത്ത് വേണ്ട. കല്യാണം കഴിച്ചു കൊണ്ടുപോയ പെണ്ണിനെ ഒരു ദിവസം രാത്രിയെ വീട്ടിൽ നിന്ന് നീ ആട്ടി ഓടിച്ചില്ലടാ. നീ ആണാണോടാ? എനിക്ക് അപർണയോടൊന്ന് സംസാരിക്കണം. നിനക്ക് സംസാരിക്കണമെന്നോ? നിനക്ക് എന്താടാ സംസാരിക്കാനുള്ളത്? ഏതായാലും ഞാൻ അപ്പുവിന്റെ ഫോൺ കൊടുക്കാം. അവക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അപ്പുവിന് കൊടുക്ക്. അപ്പു എന്നോട് സംസാരിച്ചോളൂ. മോളെ അപ്പോ നിന്നെ ബാലു വിളിക്കുന്നു. സംസാരിക്കണ്ടെന്നോ? അപ്പുവിനെ നിന്നോട് സംസാരിക്കണ്ടെന്ന് വെച്ചിട്ട് പോ. അത് അവൻ വിളിച്ച നമ്പർ അങ്ങ് മായിച്ചേരെ. നമ്മുടെ വീട്ടിൽ ഫോൺ വന്നൂടാ. സത്യം അമ്മേ. എന്താ മമ്മി, ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആരോട് സംസാരിക്കുന്ന കേട്ടു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാ മോളെ. മോളെ, നമുക്ക് മോക്ക് ഭക്ഷണം കൊടുക്കാം. വാ മോളെ, വാ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി മോളെ. വാ. ശരി മോളെ, ഭക്ഷണം എടുത്തു വെക്കാം. ശരി മമ്മി. നിന്റെ തലമുട ഞാൻ അടിച്ചു പൊട്ടിക്കും. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ നീ എന്റെ തലയെ കയറുന്നു. പറഞ്ഞ മനസ്സിലാവില്ലേ? ഓളെന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു. ജീവിതാവസാനത്തിൽ ഭാര്യയോടും മക്കളോടും ഒപ്പം സമാധാനത്തോടെ കഴിയണം. ആ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ഒട്ടും സമാധാനമില്ലാതായി.
സുധേ, നിന്റെ മൂർത്തിയേട്ടനെ വിശ്വസിക്ക്. അമ്മേ എന്താ അമ്മേ? അമ്മ എന്താ ആകെ പേടിച്ചിട്ട്? അപർണേച്ചിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ അപർണേച്ചി പോയത് ചേച്ചിയുടെ കുഴപ്പം കൊണ്ട് തന്നെയാ. അതുമല്ല, ബാലോട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ അപർണേച്ചിയുടെ വീട്ടുമുറ്റത്ത് പോയി കാല് പിടിച്ചല്ലേ വിളിച്ചത്. ചെറിയൊരു ജാടയിട്ടാ ചേച്ചി നിന്നത്. അമ്മ അത് വിട്ടേക്ക്. അമ്മേ, അച്ഛന് ഭക്ഷണം കൊണ്ടു കൊടുത്തോ? ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുത്താ? നിങ്ങൾ ഇനി അങ്ങോട്ട് പോകണ്ട. എന്താ അമ്മേ, എന്തു പറ്റി? എന്താ ഏതാന്നൊക്കെ പറഞ്ഞാലേ അനുസരിക്കൊള്ളുന്നുണ്ടോ? അങ്ങോട്ട് പോവണ്ട, അത്ര തന്നെ. അന്ന് അങ്ങേര് ചുമച്ച് ചോര വന്നില്ലേ? ആ ചോരത്തുള്ളികൾ അയാൾ ഉടുത്തിരുന്ന മുണ്ടിൽ വീണിരുന്നു. ഇന്ന് ഞാനത് അലക്കാൻ എടുത്തപ്പോഴാ മനസ്സിലായത് അത് ചോരയല്ല, ചായമായിരുന്നു. ചുമന്ന ചായം. ചുമന്ന ചായമോ? അതെങ്ങനെ ചോര ചായമായത്? അതെ, അതാ ഞാനും ചോദിക്കുന്നത്. അമ്മ പറയുന്ന ഒന്നും ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് അല്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലാവില്ലല്ലോ. നോക്ക്, നിങ്ങളുടെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്നതിന്റെ പിറകിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അമ്മ ഒന്ന് വെറുതെ ഇരുന്നേ. ഞാൻ വെറുതെ ഇരിക്കാനോ? ഇല്ലടാ, ഇനി ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ആ മനുഷ്യൻ എന്നെ തല്ലിക്കൊല്ലാൻ ഇന്ന് കസേര ഓങ്ങി. അച്ഛനോ? അമ്മയെ തല്ലാനോ? കസേര ഓങ്ങിന്നോ? അമ്മ എന്താ തമാശ പറയുവാണ്? അമ്മാന്ന് വെച്ചാ അച്ഛന് എന്ത് സ്നേഹാന്നറിയോ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസാവില്ല. എന്തോ ലക്ഷ്യം വെച്ചോണ്ടാ ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് ഉറപ്പാ. ഇയാൾ ഇത്രയും വലിയ കുഴപ്പക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ താലി വലിച്ച് പൊട്ടിച്ചെറിയാനാ എനിക്ക് തോന്നുന്നത്. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നോട് ഇതൊക്കെ ചെയ്യുന്നേ? എന്നും സ്നേഹിക്കാൻ മാത്രമല്ലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോയപ്പോഴും ഈ താലി ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ചു. എന്നെ സ്വന്തമാക്കിയ ആൾ കെട്ടിയ താലി, ഞാൻ സ്വന്തമാക്കിയ ആൾ കെട്ടിയ താലി എന്റെ കണ്ണടയുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ ജീവിതം അലങ്കോലമാക്കിയിട്ട് പോയ ആള് തിരിച്ചു വന്നപ്പോ പൂർണ്ണ മനസ്സോടെയല്ലെങ്കിലും ഞാൻ സ്വീകരിച്ചു. പിന്നെ പിന്നെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തു. പക്ഷെ ഒക്കെ അഭിനയായിരുന്നു അല്ലേ? എന്നെ ചതിക്കായിരുന്നു അല്ലേ? ജീവിതം ഇനി കുറച്ചു നാൾ കൂടി. അങ്ങനെയുള്ള ഒരാളിന് എന്ത് വിഷമം തോന്നാനാ? അച്ഛന്റെ ചോരയിൽ നിങ്ങൾക്കും സംശയമുണ്ടല്ലേ? അയ്യോ അച്ഛാ, അങ്ങനെയല്ല. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മനസ്സിലുള്ളത് തുറന്ന് ചോദിക്കണം. എന്റെ മുന്നിലെ ചോരക്കറ എങ്ങനെ പെട്ടെന്ന് മാഞ്ഞു? അതല്ലേ സംശയം? ഞാൻ സുധയുടെ കാല് പിടിച്ച് പറഞ്ഞതാ ഇതിലേക്ക് നിങ്ങളെ വലിച്ചിഴക്കരുതെന്ന്. ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അതച്ഛാ മുണ്ടിലെ പാട്. അതെന്റെ അസുഖത്തിന്റെ പ്രത്യേകതയാ മോളെ. എന്റെ രക്തം പച്ചവെള്ളം പോലെയാ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനത് കാണിച്ചു തരാം. അച്ഛൻ എന്താ ചെയ്യാൻ പോന്നേ? അച്ഛ വേണ്ട. അയ്യോ, അച്ഛ
കണ്ടോ, ചോര ഞാൻ തുണിയിൽ പുരട്ടി. അച്ഛാ വേണ്ടച്ചാ. പേടിയാവുന്നച്ചാ വേണ്ടച്ചാ. അല്ല മോനെ, മനസ്സിലൊരു സംശയം വരുമ്പോൾ അത് തീർക്കണം. കയ്യിലെ മുറിവുണങ്ങും, മനസ്സിലെ മുറിവ് ഉണങ്ങിയെന്ന് വരില്ല. നിങ്ങളുടെ മനസ്സും എനിക്ക് ശുദ്ധമാക്കണം. അച്ഛാ ഏട്ടാ. ആ, എവിടെ ചോരപ്പാട്? എവിടെ? ഞാൻ പറഞ്ഞില്ലേ മക്കളെ, എന്റെ അസുഖത്തിന്റെ സ്വഭാവം. ഞാനത് അമ്മയോടും പറഞ്ഞതാ, അമ്മയ്ക്കും അറിയാം. പക്ഷേ സാഗരേട്ടാ, അമ്മയോട് നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കണം. അച്ഛനെയും നമ്മളെയൊക്കെ അമ്മ വിഷമിപ്പിക്കുക. വേണ്ട മോളെ, സാഗര വേണ്ട. നിങ്ങൾ അമ്മയുടെ വഴക്ക് കേൾക്കട്ട, വിട്ടേ. ഞാൻ നിങ്ങളോടത് പറഞ്ഞ നമ്മുടെ ഈ കുടുംബത്തെ മാത്രമല്ല, മറ്റൊരു കുടുംബത്തെയും അത് ബാധിക്കും. കൂടുതൽ ചോദിക്കരുത്. ഇങ്ങനെ ഒരു വിഷയം ഒരിക്കലും മക്കളോട് പറയേണ്ടതല്ല. അത് പാടില്ല. മനുഷ്യരല്ലേ, തെറ്റുപറ്റിപ്പോവും. വിവാഹശേഷവും തെറ്റുപറ്റുന്നത് ഇപ്പോൾ സാധാരണയാണ്. ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇനി ഞാനതൊക്കെ അറിഞ്ഞതിന്റെ അല്ല. വേണ്ട, അതൊന്നും വേണ്ട. സന്തോഷമുള്ള ജീവിതമായിരുന്നെങ്കിൽ പിന്നെ ഞാനിതിനകത്ത് മാറിപ്പോണം. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, എനിക്ക് വേറൊരു ആശ്രയം ഉണ്ടാവില്ല. നിങ്ങൾ അടിച്ചിറക്കി വിട്ട മോഹൻ എനിക്ക് വേറൊരു ഇടമില്ല. അതുകൊണ്ട് ചേട്ടന്റെ പേഴ്സണാലിറ്റി, റോയൽറ്റി, റെസ്പെക്റ്റീവ് ഒക്കെ എന്നെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, ആദർശേട്ടനോട് എവിടെ വരാനും എനിക്ക് ധൈര്യം. പിന്നെന്താ താൻ പിന്മാറുന്നേ? ആകെ വിഷമിച്ച് വല്ലാതിരിക്കുന്ന എന്താ? താൻ പറ. വീട്ടിലാകെ പ്രശ്നം ആദർശേട്ടാ. ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുകയാണല്ലോ. ഇവളുടെ വീട്ടിൽ എത്ര കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത്രയും കൂടുതൽ ഇവൾ എന്നോട് അടുക്കും. പിന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. ആദർശേട്ടൻ എന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ അത് കേട്ടപ്പം പെട്ടെന്നൊരു വിഷമം. എന്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായി. എന്റെ ബാലുവേട്ടനും ഏട്ടത്തിയും തമ്മിൽ പിരിഞ്ഞു. മനസ്സിനൊരു സന്തോഷമില്ല. സത്യം പറയാം, ഇപ്പോ ആദർശേട്ടനോട് സംസാരിച്ച് നിൽക്കുമ്പോഴാ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. അല്ല, മീനാക്ഷിയുടെ അച്ഛൻ അന്ന് കണ്ടെങ്കിൽ കൃഷ്ണമൂർത്തിയെങ്കിൽ അദ്ദേഹം ഒരു പാവ മനുഷ്യനായിട്ടാണോ തോന്നിയത്? അച്ഛൻ പാവം തന്നെയാ. അപ്പോ അമ്മയാണോ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല ആദർശേട്ടാ. ഒരു സമാധാനവും ഇല്ല. എനിക്ക് പേടിയോ. ഒട്ടും പേടിക്കണ്ട മീനാക്ഷി, ഒട്ടും പേടിക്കണ്ട. ഞാൻ കൂടെ ഉള്ളപ്പോ മീനാക്ഷി പേടിക്കാൻ വേണ്ട. ഞാനുണ്ട്, മീനാക്ഷിയുടെ കൂടെ ഞാനുണ്ട്. മീനാക്ഷിയുടെ മനസ്സിലെ നന്മയാ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഇത്രയും നന്മയുള്ള ഒരാള് വിഷമിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ കൂടെ എന്തിനും ഏതിനും.
ഒക്കെ എന്റെ മനസ്സിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെയാ അപ്പു പോയത്. അപ്പുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനാദ്യം വേണ്ടത് ആ ഓഫീസിൽ നിന്ന് രാജിവെക്കുകയാണ്. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന കാലത്തോളം മനസ്സിൽ ആവശ്യമില്ലാത്ത ആ ചിന്തകൾ വരും. ഇന്ന് തന്നെ രാജിക്കത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പുവിനെ അവളുടെ വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ടുവരാം. മഹേഷ്, ഞാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചത് ദൈവമായിട്ട് സാധിച്ചു തന്നിരിക്കുക. നമ്മളെല്ലാവരും ഒറ്റ മനസ്സായിട്ട് നിന്നാ അപർണയുടെ വിവാഹം ഉടനെ നടക്കും. യാമിനി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? മഹേഷേ, നീ പലതും പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത്. ഇനിയേ 4-5 ദിവസം ഒന്നും പറയാതിരിക്കാമോ? പറയേണ്ടത് ഞാനും യാമിനിയും കൂടി പറയും. ഞങ്ങൾ പറയുന്നത് സന്ദീപ് നടത്തിത്തരും. അതെ, യാമിനി പറയുന്നത് പോലെ ഏറ്റവും നല്ല അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ. കിരൺ ഏത് സമയവും വിവാഹത്തിന് തയ്യാറാ. നിങ്ങൾ എന്തൊരു വിഡിത്തരായി പറയുന്നേ? കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല, അപർണയും ബാലും കൂടിയിട്ടാ. കാര്യങ്ങൾ അപർണയും ബാലുവും കൂടി തീരുമാനിക്കുന്നു. ഏത് ബാലു? കാര്യങ്ങൾ അപർണ തീരുമാനിക്കും. അപർണയും നമ്മള് വീട്ടുകാരും ചേർന്ന് തീരുമാനിക്കും. ആ പാചകക്കാരെയും കുടുംബവും നമ്മുടെ തീരുമാനം അംഗീകരിക്കണം. അതിനപ്പു പറഞ്ഞിട്ടില്ലല്ലോ മറ്റൊരു വിവാഹത്തെ കുറിച്ച്. അപർണ പറയണ്ട, നമ്മൾ അപർണയെ കൊണ്ട് പറയിപ്പിക്കും. അതാ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളായിട്ടൊരു അബദ്ധം ചെയ്തു. ആ നശിച്ച കോളനിയിലേക്ക് മോളെ പറഞ്ഞു വിട്ടു. എന്തായാലും ചെയ്ത തെറ്റ് തിരുത്താൻ കിട്ടിയ സന്ദർഭമായി ഇത്. അതെ അളിയ, നമ്മൾ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. ഞാൻ വീണ്ടും പറയാം, അത് അപർണ തീരുമാനിക്കട്ടെ. അതുമല്ല, ഡിവോഴ്സ് നോട്ടീസ് അയച്ച അടുത്ത ദിവസമൊന്നും ഡിവോഴ്സ് കിട്ടില്ല. അതിന് അതിന്റേതായ ഒരു സമയക്രമമുണ്ട്. മാസങ്ങളും വർഷങ്ങളും എടുക്കും. പരസ്പരം സമ്മതിച്ചിട്ടുള്ള വിവാഹമോചനമാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അതിന് ബാല് സമ്മതിക്കുന്നില്ലെങ്കിലോ? ബാല് സമ്മതിക്കുന്നില്ലെങ്കിലേ സമ്മതിപ്പിക്കും. സമ്മതിപ്പിക്കാനേ വേറെ മാർഗങ്ങളുണ്ട്. അതെ അതെ. എന്ന് വെച്ചാ നല്ല ഇടി കൊടുക്കുമെന്ന്.